ഗുഡ് മോർണിംഗ്. ഡോക്ടർ എന്നുള്ളൊരു ഒരു ആഗ്രഹം വന്നത് ഫസ്റ്റ് വന്നത് ഉമ്മാക്കാണ്. +1 +2 ആ ടൈമിലൊക്കെ പറഞ്ഞിരുന്നു ഡോക്ടർ ആവണം, ഡോക്ടർ നമുക്ക് ഭയങ്കര താല്പര്യം പറഞ്ഞിരുന്നു. ഞാൻ തീരെ പ്രതീക്ഷയല്ല, അങ്ങനെ നീറ്റ് ചെയ്ത് കിട്ടുന്ന കാര്യം അങ്ങനത്തെ കാര്യമൊന്നും അറിയില്ല. പ്രത്യേകിച്ച് എന്നെ കൊണ്ടൊന്നും കഴിയുന്ന ഒരിക്കലും കരുതിയിട്ടില്ല. പിന്നെ സാമ്പത്തികമായിട്ട് 1 കോടി 2 കോടിയൊക്കെ മുടക്കിയിട്ട് പഠിക്കേണ്ടി വരും നീറ്റ് എഴുതാതെ കിട്ടുകയാണെങ്കിൽ. അതെന്തായാലും കഴിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു മാനോട്, നമുക്ക് അത്ര താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലും മൃഗ ഡോക്ടർ ആവാം, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും കൂട്ടിയാൽ കൂടില്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നെയാണ് +2 ലാസ്റ്റ് ടൈമിലാണ് നീറ്റിനെ പറ്റി കേട്ട് അതിനെ അപ്ലൈ ചെയ്തത്. അതിനെ അപ്ലൈ ചെയ്ത് അന്ന് എഴുതിയപ്പോൾ കൂടുതൽ മാർക്കൊന്നും കിട്ടിയില്ല, അത്ര 370 അത്ര ഉള്ള കിട്ടിയത്. പിന്നെ എല്ലാവരും പറഞ്ഞു റിപ്പീറ്റ് ചെയ്തൊക്കെ പറഞ്ഞു. അങ്ങനെ അറിഞ്ഞത് ഇവിടെ റിപ്പീറ്റിന് വന്നത്. എൻ്റെ ഫ്രണ്ട് ഇവിടെ പഠിച്ചിരുന്നു, വർഷം ഇവിടെ പഠിച്ചിരുന്നു ക്രാഷിന്. അപ്പോൾ ഓള് പറഞ്ഞിട്ടാണ് ഇവിടെ അറിഞ്ഞ് ഇവിടെ വന്ന്. അപ്പോൾ അന്ന് കണ്ട് സാറിനെ കണ്ട് ഇവിടെ ചേർന്നു. ഞാൻ ചേരുന്ന ടൈമിൽ ഹോസ്റ്റലിനെ പറ്റി ഇതിനെ പറ്റി ഇങ്ങനെ കേട്ടിരുന്നു. മൊത്തത്തിൽ ഇങ്ങനെ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പോകുമ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആവും, തിരിയാനും മറിയാനും ടൈം ഉണ്ടാവില്ല, ഭയങ്കര ചത്ത് പഠിക്കേണ്ടിരുന്നൊക്കെ കേട്ടിരുന്നത്. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അങ്ങനെയൊന്നും അല്ലായിരുന്നു. നല്ല റിലാക്സ് ആയിട്ട് പഠിക്കാൻ പറ്റി. ക്ലാസ്സൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് തന്നെ പഠിക്കാൻ പറ്റി. ഭയങ്കര ഇടങ്ങാറായി പഠിക്കേണ്ട അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല. ഭയങ്കര ഇഷ്ടപ്പെട്ട് തന്നെയാണ് പഠിച്ചത്. കഴിഞ്ഞ വർഷം ഈ വർഷമൊക്കെ ഭയങ്കര താല്പര്യത്തോടെ തന്നെയാണ് പഠിച്ചത്. ഭയങ്കര അതിന് ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പ്രത്യേകിച്ച് ഇവിടുത്തെ ഹോസ്റ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര ഇതായിരുന്നു. ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്നിച്ചിരുന്ന് പഠിക്കാറുണ്ട്. നമുക്ക് ഒരു ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടായില്ല. വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് പഠിക്കുകയാണെങ്കിൽ അത്ര പഠിക്കാൻ പറ്റുമെന്ന് വെച്ച് തോന്നുന്നില്ല. അത്രക്കുള്ളൂ പറയാനുള്ളത്. എല്ലാവരോടും താങ്ക്സ് പറയണം, യൂണിവേഴ്സൽ ടീമിനോടും ഫ്രണ്ട്സിനോടും പാരൻസിനോടും എല്ലാവരും.